പ്രമുഖ വ്യവസായി ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാർലിങ്ക് അടുത്ത 2 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ടെലികോം മന്ത്രാലയത്തിൽ നിന്നുള്ള ലൈസൻസ് ലഭിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംരംഭമായ സ്റ്റാർലിങ്കിന് കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രധാന പ്രവർത്തനാനുമതി ലഭിച്ചത്. യൂട്രസാറ്റ് വൺവെബിനും ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിനും ശേഷം രാജ്യത്ത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്ന 3ാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ഇന്ത്യൻ വിപണിയിലെ പ്രൈസിംഗ് കമ്പനി അന്തിമമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്റ്റാർലിങ്ക് ഇതിനോടകം തന്നെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ സജീവമാണ്. ഈ വിപണികളിലെ അതിന്റെ വില പരിശോധിക്കുമ്പോൾ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ നൽകുന്ന ബ്രോഡ്ബാൻഡ് സേവനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് സ്റ്റാർലിങ്ക് വഴിയുള്ള സേവനം താരതമ്യേന ചെലവേറിയതായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്രയും വില നൽകി സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യക്കാർ ഉപയോഗപ്പെടുത്തുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഡിഷ് ഏകദേശം 33,000 രൂപയ്ക്ക് ഉപഭോക്താക്കൾ വാങ്ങേണ്ടി വരും. പ്രതിമാസ അൺലിമിറ്റഡ് ഡാറ്റ പ്ലാൻ 3,000 രൂപയ്ക്ക് ലഭ്യമാകുമെന്നും റിപ്പോർട്ടുണ്ട്. വിപണന തന്ത്രത്തിന്റെ ഭാഗമായി ഓരോ ഉപകരണം വാങ്ങുമ്പോഴും സ്റ്റാർലിങ്ക് 1 മാസത്തെ സൗജന്യ ഉപയോഗം വാഗ്ദാനം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം. സ്റ്റാർലിങ്ക് 2 പ്രാഥമിക പ്ലാനുകളോടെയാണ് മെയ് മാസത്തിൽ ബംഗ്ലാദേശിൽ പ്രവർത്തനം ആരംഭിച്ചത്. റെസിഡൻഷ്യൽ ലൈറ്റ് പ്ലാനിന്റെ വില പ്രതിമാസം ഇന്ത്യൻ രൂപ അനുസരിച്ച് 3,000 മുതൽ 3,150 രൂപ വരെയാണ്. കൂടാതെ അൺലിമിറ്റഡ് ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നു. ഇത് കുറഞ്ഞ ഉപയോഗമുള്ള ചെറിയ വീടുകൾക്കും അനുയോജ്യമാണ്. സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ പ്ലാനിന് പ്രതിമാസം ഏകദേശം 4,000 മുതൽ 4,500 വരെയാണ് വില വരിക. സാധാരണ ഗാർഹിക ഉപയോഗത്തിന് പരിധിയില്ലാത്ത ഡാറ്റയാണിത് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനു പുറമെ കണക്ഷൻ സ്ഥാപിക്കുന്നതിന് ഹാർഡ്വെയർ ചെലവിനത്തിൽ 33,000 മുതൽ 39,000 രൂപ വരെ ഒറ്റത്തവണയായി ബംഗ്ലാദേശിലെ ഉപഭോക്താക്കൾ നൽകേണ്ടതുണ്ട്. ഈ ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വയേർഡ് ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കളെ അപേക്ഷിച്ച് ഇത് ചിലവേറിയതാണ്. ഇന്ത്യയിൽ മിക്ക ഇന്റർനെറ്റ് സേവന ദാതാക്കളും ഏകദേശം 1,000 രൂപയാണ് ഒറ്റത്തവണ ഇൻസ്റ്റാളേഷൻ ഫീസായി ഈടാക്കുന്നത്. അതേസമയം പ്രതിമാസ ചാർജുകൾ 699 മുതൽ 999 രൂപ വരെയാണ്. ഇതിനു പുറമെ പരിധിയില്ലാത്ത അതിവേഗ ഇന്റർനെറ്റും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫൈബർ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കുകളെ ആശ്രയിക്കാതെയാണ് ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ 50 മുതൽ 60 MB വരെയാണ് ഇന്റർനെറ്റ് സേവനങ്ങളുടെ പരമാവധി വേഗത. എന്നാൽ മസ്കിന്റെ സ്റ്റാർലിങ്കിൽ ഇത് 250 മുതൽ 350 MB വരെ വേഗതയിൽ സേവനങ്ങൾ ലഭ്യമാക്കും. ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാവുന്ന ടവർ പ്രശ്നങ്ങളില്ലാതെ തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കാനും സാറ്റ്കോം സേവനങ്ങളിലൂടെ സാധിക്കും. സാറ്റലൈറ്റ് സേവനങ്ങളിലേക്ക് ഉപഭോക്താക്കളുടെ ഒഴുക്ക് തടയുന്നതിനായി നിലവിലെ സർവീസുകൾക്ക് ഈടാക്കുന്ന ചാർജുകളിൽ ഗണ്യമായ കുറവ് വരുത്താൻ ഇന്ത്യയിലെ നിലവിലെ സേവന ദാതാക്കൾ നിർബന്ധിതരാവുകയും ചെയ്യും. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ് ലഭ്യമാക്കിയിട്ടുള്ളത് സാംബിയയിലാണ്. സേവനം ലഭിക്കുന്ന ഏറ്റവും ചെലവേറിയ രാജ്യം US ആണ്. ഏഷ്യ, മംഗോളിയ, ജപ്പാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, ജോർദാൻ, യമൻ, അസർബൈജാൻ എന്നിവിടങ്ങളിലാണ് സ്റ്റാർലിങ്ക് കൂടുതലും പ്രചാരത്തിലുള്ളത്. എന്താണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്? നിലവിൽ മൊബൈൽ ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബറുകളും വഴി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് സേവനങ്ങൾ സാറ്റലൈറ്റ് വഴി നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നിലവിൽ ISROയിൽ മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. 2021 മുതൽ തന്നെ ഇന്ത്യയിൽ ബിസിനസ് ആരംഭിക്കാൻ ഇലോൺ മസ്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിവിധ എതിർപ്പുകളെ തുടർന്ന് ഇതിന് സാധിച്ചിരുന്നില്ല. നിലവിൽ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഭ്രമണപഥത്തിൽ 6,419 ഉപഗ്രഹങ്ങളും 100 രാജ്യങ്ങളിലായി 4 ദശലക്ഷം വരിക്കാനുമുണ്ട്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സാറ്റലൈറ്റ് ബിസിനസ് കൊണ്ടുവന്നാലുള്ള സാധ്യതകൾ മസ്ക് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിലവിലെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളിൽ 80% റിലയൻസിന്റെ ജിയോയും സുനിൽ മിത്തലിന്റെ ഭാരതി എയർടെലുമാണ് കൈവശം വെച്ചിരിക്കുന്നത്.